അറിവും ശാസ്ത്രവും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും അന്ധവിശ്വാസങ്ങളും ദുർമന്ത്രവാദങ്ങളും മനുഷ്യജീവിതത്തിൽ വരുത്തുന്ന ദുരന്തങ്ങളുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പാലക്കാട് ദാരുണ സംഭവം നടന്നു. ദുർമന്ത്രവാദ ക്രിയകൾക്ക് ശേഷം പരിഹാര കർമ്മങ്ങൾക്കായി പുഴയിലിറങ്ങിയ മന്ത്രവാദിയും അദ്ദേഹത്തിന്റെ സഹായം തേടിയെത്തിയ യുവരാജും മുങ്ങി മരിച്ചു. ഈ സംഭവം കേവലം ഒരു അപകട മരണമായി മാത്രം ഒതുങ്ങുന്നില്ല. സമൂഹത്തിൽ ഇപ്പോഴും വേരൂന്നി കിടക്കുന്ന അന്ധവിശ്വാസങ്ങളെയും ചൂഷണങ്ങളെയും ഇത് തുറന്നു കാട്ടുന്നു. പാലക്കാട് സ്വദേശിയായ ഹസൻ മുഹമ്മദ്, കോയമ്പത്തൂർ സ്വദേശിയായ യുവരാജ് എന്നിവരാണ് ദുരന്തത്തിൽപ്പെട്ടത്. കൊഴിഞ്ഞാമ്പാറയിലെ കുലുക്കപ്പാറ പുഴയിലാണ് ഈ സംഭവം നടന്നത്. തൊഴിൽപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയാണ് യുവരാജും കുടുംബവും ഹസൻ മുഹമ്മദിനെ സമീപിച്ചത്. കോയമ്പത്തൂരിൽ നിന്ന് യുവരാജിന്റെ അമ്മയും സഹോദരി ഭർത്താവും ഉൾപ്പെടെ 4 പേരാണ് ഹസൻ മുഹമ്മദിന്റെ അടുത്ത് മന്ത്രവാദ സഹായം തേടിയെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച ഹസൻ മുഹമ്മദിനെ കണ്ടപ്പോൾ ഒരാഴ്ച കഴിഞ്ഞെത്താൻ ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് രാവിലെ 10:30 യുവരാജും കുടുംബവും കുഴിഞ്ഞമ്പാറയിലെത്തി. ഹസൻ മുഹമ്മദിന്റെ വീട്ടിൽ ദുർമന്ത്രവാദ ക്രിയകൾ പൂർത്തിയാക്കിയ ശേഷം യുവരാജിന് ബാധിച്ച ദോഷങ്ങൾ പൂർണ്ണമായി മാറുന്നതിനായി പുഴയിലിറങ്ങി കുളിക്കാനും പ്രത്യേക കർമ്മങ്ങൾ ചെയ്യാനും ഹസൻ മുഹമ്മദ് നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശത്തെ തുടർന്ന് ഹസൻ മുഹമ്മദും യുവരാജും പുഴയിൽ ഇറങ്ങുകയായിരുന്നു. എന്നാൽ പുഴയുടെ ആഴവും ഒഴുക്കും അറിയാതെ നടത്തിയ കർമ്മങ്ങൾക്കിടെ ഇരുവരും അപകടത്തിൽപ്പെട്ടതാകാം മരണകാരണമെന്നും സംശയിക്കുന്നു.